നമസ്കാരം. 2000 വർഷം മുമ്പ് നടന്ന ആ ചരിത്ര സംഭവം ഇന്നും ആവർത്തിക്കപ്പെടുന്നു. മനുഷ്യ ജന്മമെടുത്ത വചനമാണ് ക്രിസ്തു. അവിടുന്ന് പരിപൂർണമായി ദൈവത്തിൻ്റെ പ്രസാദവും സത്യവും നിറഞ്ഞ ദിവ്യ തേജസ്സായിരുന്നു. കെടുത്തിക്കളയാനാകാത്ത വെളിച്ചമാണ് ക്രിസ്തു. ഈ വെളിച്ചത്തെ പിന്തുടരുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഈ ദിവ്യ തേജസ്സിനെ സ്വീകരിക്കുവാൻ ഒരുക്കപ്പെടുകയും ചെയ്യുന്ന ദിവ്യ അനുഭവമാണ് ക്രിസ്തുമസ്. 2000 വർഷം മുമ്പ് പലസ്തീൻ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ ഏതൊരു കോണിലും സൗകര്യങ്ങളും സജ്ജീകരണങ്ങളുമുള്ള വഴിയമ്പലത്തിൽ ദൈവപുത്രന് പിറക്കുവാൻ ഇടമുണ്ടായിരുന്നില്ല. ആധുനിക ലോകത്തും ഇത് ആവർത്തിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. മനുഷ്യപുത്രനായി അവതരിച്ച ദൈവപുത്രൻ്റെ ജന്മദിനം എത്രയും വിപുലമായി നാം ആചരിക്കുന്നു. എവിടെയും ആഘോഷവും ആർഭാടവും. ക്രിസ്തുമസിൻ്റെ പേരിൽ കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്നു. കോടിക്കണക്കിന് രൂപ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ചെലവാക്കുന്നു. ആശംസാ കാർഡും സമ്മാനങ്ങൾക്കും അതിഭീമമായ പണം വേണ്ടിവരുന്നു. പക്ഷേ ക്രിസ്തുമസ് ആഘോഷത്തിൽ ക്രിസ്തുവിന് പങ്കില്ലെന്നു മാത്രം. ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി വന്ന യേശുവിന് ഇന്ന് സ്ഥാനമില്ല. സിൻ ഇൻഷ് എന്ന തത്വചിന്തകൻ ഒരിക്കൽ പറഞ്ഞു, ഉദാത്തമായ മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു നാസ്തികതയല്ല, പ്രത്യുത ആഴമില്ലാത്ത മതമാണ്. വാസ്തവത്തിൽ ഒരു വക വില കുറഞ്ഞ മതം കൊണ്ട് നാം തൃപ്തി അടയുന്നു. ഈ അലംഭാവമാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിപത്ത്. നാം വിശ്വസിക്കുന്ന മതത്തെ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? മതത്തിൻ്റെ മുഖംമൂടി ധരിച്ചുകൊണ്ട് ധാർമ്മികതയുടെ കടവേരറുക്കുന്ന ഞെട്ടിക്കുന്ന കഥകളല്ലേ നാം നിത്യേന കേൾക്കുന്നത്. മതത്തിൻ്റെ മൂടുപണം അണിഞ്ഞവർ നടത്തുന്ന കൈക്കൂലിയും അഴിമതിയും അധർമ്മങ്ങളും എല്ലാം വാസ്തവത്തിൽ നാസ്തികതയേക്കാൾ ഭയാനകമല്ലേ? മായം ചേർത്ത മതത്തിൽ നിന്നുള്ള വിമോചനമല്ലേ നമ്മുടെ അടിയന്തര ആവശ്യം? ദൈവത്തിൻ്റെ പൂർണ്ണമായ ഭരണത്തിന് വിധേയമായ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായേ തീരൂ. അതാണ് ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം. ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസരമാണ്. സ്വർഗീയ മാലാഖ പ്രസ്താവിച്ചത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നായിരുന്നു. ക്രിസ്തുവിൻ്റെ ജനന വാർത്ത നാട്ടിടയരെ അറിയിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണിവ. തിന്മയുടെ ശക്തിയിൽ നിന്നും മനുഷ്യരെ പിടിച്ചടക്കിയിരിക്കുന്ന എല്ലാ അധമ ശക്തികളിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ ക്രിസ്തു വന്നു എന്നുള്ളതാണ് സന്തോഷത്തിന് നിദാനം. പക്ഷേ ഇന്ന് തിരുപ്പിറവി ആഘോഷിക്കുന്നത് അധമ ശക്തികളോട് സഖ്യം ചെയ്തുകൊണ്ടാണ്. അവയുടെ പ്രേരണയും പ്രചോദനവുമാണ് ഇന്നത്തെ ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടുന്നത്. നെയ്യില്ലാത്ത നെയ്യപ്പവും വെള്ളിയില്ലാത്ത വെള്ളിക്കോൽ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്തുമസും നന്മ നിറഞ്ഞ പുതുവത്സര ആശംസകളും നേരുന്നു.